പ്രൈസ് ദി ലോർഡ്. വീണ്ടും ബന്ധുവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹ വന്ദനം. ഈ പ്രഭാതത്തിൽ ഒരു വചനം നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. Psalms 23 verses 4. സങ്കീർത്തനം 23 അധ്യായം 4 വാക്യം. കൂരിരുൾ താഴ്വയിൽ കൂടി നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. നോക്കുക, സങ്കീർത്തനക്കാരൻ പ്രഭാതത്തിൽ നമ്മൾ സംസാരിക്കുന്ന വചനം കൂരിരുളിൻ താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല. കൂരിരുളിൻ്റെ താഴ്വര വരത്തില്ലെന്നല്ല, കൂരിരുളിൻ്റെ താഴ്വരയുടെ അനുഭവം ഉണ്ടാകും. പക്ഷേ ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. കാരണം എന്താ? അവന് ഉറപ്പുണ്ട്, ദൈവം എന്നോട് കൂടെ ഇരിക്കുന്നു, അവൻ്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കും. ശത്രുക്കൾ എൻ്റെ മേലെ ചാടി വീഴുമ്പോൾ അവൻ്റെ മേലിരിക്കുന്ന വടി എനിക്ക് സഹായമായി നിൽക്കും. അവൻ്റെ കോല് ഞാൻ തെറ്റിൽ പെട്ടുപോകുമ്പോൾ എന്നെ പലപ്പോഴും ചെറിയ രീതിയിൽ ശിക്ഷിക്കുന്ന ദൈവത്തിൻ്റെ കരം. ശിക്ഷിക്കുന്ന എന്തിനാ? നേർവഴി കൊണ്ടുവരുവാൻ അവൻ്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. അതുകൊണ്ട് എനിക്ക് നല്ല ഒരു ഇടയനുണ്ട്, എന്നെ നടത്തുവാൻ എൻ്റെ ദൈവം കൂടെയുണ്ട്. അപ്പോൾ കൂരിരുളിൻ്റെ താഴ്വരയിൽ വന്നാൽ ഞാൻ എന്തിനു ഭയക്കണം? അതേ സഹോദര സഹോദരി, ഈ പ്രഭാതത്തിൽ ചിലപ്പോൾ കൂരിരുളിൻ്റെ താഴ്വരയിൽ കൂടി പോകുന്നത് പോലെ അനുഭവം നമുക്ക് വന്നേക്കാം. നമ്മുടെ ജീവിതം ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ സന്തോഷത്തിലായിരിക്കത്തില്ല. കടഭാരങ്ങൾ, രോഗദുഃഖങ്ങളൊക്കെ നമ്മൾ കടന്നു പോകാമെന്നാവാം. എന്നാൽ ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, കർത്താവ് നിന്റെ കൂടെ ഉണ്ട് കേട്ടോ. അവൻ്റെ വടിയും കൂടി നിനക്ക് ആശ്വാസമാകട്ടോ. ശത്രു നിന്റെ നേരെ ചാടി വീണാൽ അവൻ്റെ കയ്യിലിരിക്കുന്ന വടി കൊണ്ട് ശത്രുവിനെ അടിക്കും. എന്നാൽ പലപ്പോഴും നമ്മുടെ ചില ബലഹീനതകൾ വരുമ്പോൾ ദൈവം നമ്മെ ശിക്ഷിക്കാറുണ്ട്. എന്നാൽ ആ ശിക്ഷ ഒരപ്പൻ്റെ കരുതലിന് വേണ്ടിയുള്ള, ഒരപ്പൻ്റെ നടത്തിപ്പിന് വേണ്ടിയുള്ള, അവൻ്റെ സ്നേഹത്തിലുള്ള ലാളനയാണെന്ന് ഈ പ്രഭാതത്തിൽ തിരിച്ചറിയുന്നെങ്കിൽ നിന്റെ കുടുംബത്തിനകത്ത് വിടുതലിറങ്ങാൻ പോകുകയാണ്. അത് കൂരിരുളുടെ താഴ്വരയിൽ കൂടിയുള്ള അനുഭവമാണെങ്കിലും ഭയപ്പെടാതെ നിൽക്കാൻ യേശു നിന്റെ കൂടെയുണ്ട്. അതേ സഹോദര, യേശു നിന്റെ കൂടെയുണ്ട്. അതേ സഹോദരി, യേശു നിന്റെ കൂടെയുണ്ട്. അതേ ദേവദാസ, യേശു നിന്റെ കൂടെയുണ്ട്. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ പ്രഭാതത്തിൽ ഞങ്ങളെ തിരുവനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ആ സംരക്ഷണം, കർത്താവിൻ്റെ കരവലയം, കർത്താവിൻ്റെ സാന്നിധ്യം ഞങ്ങൾക്ക് ആശ്വാസമായി ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു. കർത്താവെ, സഹോദരൻ സഹോദരി ദൈവദാസൻ അനുഭവിക്കുന്ന കൂരിരുളുടെ താഴ്വരയിൽ കൂടിയുള്ള അനുഭവത്തിൽ നിന്ന് ഈ പ്രഭാതത്തിൽ സ്വർഗം സൗഖ്യം തരുന്നതിനായി സ്തോത്രം, വിടുതലയക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമീൻ, 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 ആമീൻ.